എന്തൊരു ബസ് സ്റ്റോപ്പ് ഇത്? മനുഷ്യൻ വെറുതെ മെനക്കെടുന്നല്ല, അതൊരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ? ആ പത്രം വായിച്ചു. ഉളംപാറയിൽ ഏതോ ഒരു ഭ്രാന്തൻ ചാടി എന്ന് പറയുന്നത് കേട്ടോ. അവനെ പിടിച്ചോ? പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക്. ഭാഗ്യം. പിന്നെ എന്നാ കൊണ്ട് വിചാരം? ഒന്നുമില്ല വിശേഷം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് വന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കണ്ടു വന്നു പറയുന്നത് കേട്ടെ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോടാ പോകാൻ പറഞ്ഞത്. ഇയാളോട് പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയി കണ്ടു, ഷെയ്ക്കാൻ്റെ കൊടുത്തു. പുള്ളി എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. ഞാൻ കാല് തൊട്ടു, നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ്. കൊള്ളാം. അത് ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താന്ന്. അപ്പൊ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അപ്പൊ ആർക്കാ ഭ്രാന്ത്? ശരിക്കും അവർക്കാണല്ലോ ഭ്രാന്ത്. ഭ്രാന്ത് അവർക്ക് തന്നെ. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി. വെറുതെ ചെടി നനച്ചുകൊണ്ട് നിന്നാണ് അച്ഛനും അമ്മയും എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീട് വിട്ട് പോകാൻ തന്നെ കാരണം. ചുമ്മാ ചെടി നനച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഭ്രാന്താന്ന് പറഞ്ഞു. ആദ്യം അച്ഛൻ പറഞ്ഞു, പിന്നെ അമ്മ പറഞ്ഞു, മൂന്നാമത് പെങ്ങൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. കാരണം എന്താ? നല്ല മഴ, കൊട പിടിച്ചോണ്ട് ചെടി നനച്ചു. അത്രയും പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്. പിന്നെ അവര് ഭ്രാന്താന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട അങ്ങനെ ഒരു കഷ്ടകാലമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്ത് കഷ്ടകാലം? അവര് പണക്കാരാ. അവര് ക്രിസ്മസിന് 1 കിലോ ബീഫ് മേടിക്കും. പിന്നെ 1 കിലോ ബീഫ് മേടിച്ചാൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാവും തിന്നാനായിട്ട്. 1 കിലോ ബീഫ് 1 കിലോ ബീഫിന് 50 പേര് വരെ വീട്ടിലേക്ക് വരുന്ന ശേഷം ഒരു പണക്കാരാ അവര്. അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു. എന്തിന്? പെട്ടെന്ന് രാത്രി ആവാൻ അവർക്ക് ഭയങ്കര ധൃതിയല്ലേ. 3 അച്ഛനുണ്ട് എനിക്ക്. 3 അച്ഛൻ. ഒരച്ഛന് നല്ല കൊമ്പമീശയാണെങ്കിൽ മറ്റേ അച്ഛൻ കഷണ്ടിയാ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ. അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പെങ്ങളും കൂടെ കടലിന്റെ നടുക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആനയെ കാണിച്ചു വന്നു. അമ്മ കടലിന്റെ നടുക്ക്. പിന്നെ അവിടെ കടലിന്റെ നടുക്ക് വലിയ പശു ഇല്ലേ, പശു. ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചോണ്ട് വരുമ്പോഴാണ് മുട്ട വിരിഞ്ഞ് ആട്ടിന്റെ കുഞ്ഞുണ്ടായത്. അത് മാത്രമല്ല ഇതിങ്ങനെ നടന്നു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയ പൊട്ടും തണുത്ത വെള്ളമില്ല. അപ്പൊ തന്നെ കർട്ടൻ വന്ന് താഴെ വീണു. അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ. തനിക്ക് എന്നെ കണ്ടിട്ട് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കാം. എന്നെ കണ്ടിട്ട് കണ്ടിട്ട് ഒരു പ്രാന്തനാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയത്തില്ല, ആരും പറയത്തില്ല. എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് പറയൂ? എവിടെ? അങ്ങനെ ആരും പറയത്തില്ല. അത് തനിക്ക് ഭ്രാന്തുള്ളതുകൊണ്ടാ. അത് തന്നെ. അത് കൊള്ളാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കായി ഭ്രാന്ത്. വന്ന കാര്യമായിട്ട് നടക്കുമോ ഒരു മനുഷ്യനെ കാണാൻ. ഇതന്നെ 8 കാലി. ഇപ്പൊ പോയ പുള്ളിക്ക് ഭ്രാന്തല്ലേ? ഭ്രാന്താ. എന്ത് ഭ്രാന്തന്മാരി ഇവിടെ. അത് തന്നെ. ഇനിയിപ്പൊ ഇതെന്താണോ സാധനം ആർക്കറിയാം. ചേട്ടൻ ചൈനക്കാരനാണോ? ഞാനോ? ഇവിടെ ഞാൻ ചൈനക്കാരനൊന്നുമല്ല. ഇപ്പൊ കൊടുത്ത് അല്ലല്ലേ? അല്ല ചോദിക്കാൻ പറ്റേ. ചോദിക്കണ്ടല്ലേ? ചോദിച്ചേക്കാം. ചോദിക്കൂ. സത്യം പറ, ചൈനക്കാരനല്ലേ? ഇവിടെ തന്നോടല്ലേ പറഞ്ഞ? ഞാൻ ചൈനക്കാരനല്ല. അല്ലല്ലേ? അല്ല. ചോദിക്കുന്നുള്ളൂ. ചോദിക്കാൻ പറ്റേ? ചോദിക്കുന്ന തന്നെ. ചോദിക്കണോ? വേണ്ട. ചോദിക്കും. ഇല്ലല്ലോ, ചോദിക്കത്തില്ല. സത്യം ചോദിക്കത്തില്ല. എന്നെ കളിപ്പിക്കില്ല. ചൈനക്കാരനാ. അതെ, ഞാൻ ചൈനക്കാരനാ. അതിനിപ്പോ എന്നെ വേണം? ആണോ? ദൈവത്തിന് എന്നെ കണ്ടാ പറയത്തില്ല കേട്ടോ. സിഗരറ്റ് വലിക്കാൻ പോവാണ്. 2 കൈയുള്ള ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടി ഒരു സിഗരറ്റ് വലിക്കുന്നത്. അതിന് പുള്ളി 1.5 കൈക്ക് സിഗരറ്റ് വലിക്കാൻ പോകുന്നു. കാണത്തൊന്നു നടക്കട്ടെ. ഭയങ്കര സെറ്റപ്പല്ലേ. വലിച്ചേ അടങ്ങത്തുള്ളൂ. ദൈവം ഇത് എന്നാ കാണിക്കാൻ പോവുക? എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വലിക്കുന്നത്? വലിക്കണ്ട. ഒന്നുകൂടി വലിച്ചേക്കാം. പിന്നെയും വലിക്കുവാണ്. ദൈവം ഇത് കാഞ്ഞു പോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. കളഞ്ഞേര് ചേട്ടാ. ഞാനേ 3-4 ദിവസമായിട്ട് ഒരു ബിരിയാണി പോലും കഴിച്ചിട്ട് കുറെ നാളായി. അപ്പൊ എനിക്ക് എന്തെങ്കിലും തരുന്ന വളരെ ഉപകാരമായിരുന്നു. ഞാൻ തരാനോ? തനിക്കോ? ഈ പാന്റും കോട്ടും ഇട്ടിട്ടുണ്ടെന്നുള്ളത് തന്നെക്കാളും വലിയ തണ്ടിയാ ഞാൻ. എനിക്ക് തരാൻ കാശൊന്നുമില്ല. ചേട്ടാ അങ്ങനെ പറയില്ല ചേട്ടാ. എന്തിനാ എനിക്ക് എന്തെങ്കിലും? തന്നോടല്ലേ പറഞ്ഞ? എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. പ്ലീസ് ബുദ്ധിമുട്ടിപ്പിക്കാതെ പോ. ചേട്ടാ എന്തെങ്കിലും തന്നെ സഹായിക്കണേ. ഇവിടെ കൈ കാശില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ പൊന്നു ചേട്ടാ, എനിക്ക് തന്നോടല്ലേ പറഞ്ഞ കൈ കാശില്ലെന്ന്? അല്ല, അങ്ങനെ പറഞ്ഞു. തരാൻ പറ്റത്തില്ല. അത് തന്നെ. അപ്പൊ നീ തരത്തില്ല? തരത്തില്ല. ഇതെന്താ സംഭവം? ഇത് കുംഫു പഠിച്ചിട്ടുണ്ട്. നിന്റെ കുംഫു അല്ലേ? നിന്റെ കുംഫു ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.
പൈസ തരാം തരാം തരാം. എന്താണ് ചോദിച്ച പൈസ? പൈസ കളിക്കുന്നത് എന്റെ അടുത്ത്. നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ. അയ്യോ പൈസ. ഹലോ, എൻ്റെ കയ്യിൽ ചീപ്പ് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? എടോ, തൻ്റെ കയ്യിൽ ചീപ്പ് എങ്ങനെയാണോ ഞാൻ കാണുന്നത്? കണ്ടില്ലേ? ഞാനിപ്പോൾ ഇവിടെ ചീക ചീപ്പാന്ന് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ പറ്റുമോ? എവിടെ പോയെന്നൊരു പിടുത്തു. ആഹാ, ഇവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. ആരാ മനസ്സിലായില്ലല്ലോ? മനസ്സിലായില്ല? ഞാൻ ആ കറവക്കാരൻ്റെ ആയപ്പൻ്റെ മോനാ. കറവക്കാരൻ്റെ ആയപ്പൻ്റെ മോനാ. കറവക്കാരൻ രാജപ്പന്റെ മകൻ രവി. എടാ, നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എടാ സുഗുണൻ. എന്റെ പൊന്നെ സുഗുണ, കൊടുക്ക്. എന്റെ പൊന്നെ, നീ ഗൾഫിൽ നിന്ന് വന്ന്. ഗൾഫിൽ ഞാൻ 2-3 ആഴ്ച ഇവിടെ ഒന്നും പറയണ്ട. ഗൾഫിൽ നിന്ന് വരാൻ കാരണം വല്ലതും പ്രത്യേകിച്ച്? നമ്മുടെ ജോൺസന്റെ കല്യാണം, ജോൺസന്റെ കല്യാണത്തിന് വന്ന ഞാൻ. നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഓ, ഞാൻ വന്നില്ല. എടാ, ഗൾഫിൽ കിടക്കുന്ന ഞാൻ വിളിച്ചു, പിന്നെ നാട്ടിൽ കിടക്കുന്ന നിനക്ക് വന്നാലെന്താ? തിരക്കായിരുന്നു അറിയാം. പറഞ്ഞായിരുന്നു ജോൺസൺ തിരക്കാണെന്ന്. അല്ല, നിന്നെ കല്യാണം വിളിച്ചില്ല. അതൊക്കെ പോട്ടെ. നീ കല്യാണത്തിന് വരണമായിരുന്നു. എടാ, അവിടെ അടിക്കാൻ ഇഷ്ടം പോലായിരുന്നു. അതായത് മദ്യത്തിന്റെ ബഹളമായിരുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാം തറ സാധനമാണ്. ചാത്തൻ. ഓ, ഒന്നും ഭയങ്കര തറ സാധനം. നീ അടിച്ചില്ല? ഞാനേ അടിക്കാനില്ലായിരുന്നു. അത്രയുള്ള വേറെ ആരും അടിക്കാനില്ലായിരുന്നു. അത് ശരി. എടാ, അതൊക്കെ പോട്ടെ. നീ എവിടെ പോവാന്നാ പറഞ്ഞു? ഒന്നും പറയണ്ട കളിയാ. എന്നാ പറ്റി? എന്റെ ഭാര്യയും കൊണ്ട് ആശുപത്രി പോവാ. എടാ, അവക്ക് ഉറക്കത്തിൽ കിടക്കുമ്പോൾ എഴുന്നേറ്റ് കിടക്കുന്ന ഒരു അസുഖം. ആശുപത്രി പോവാ? എന്നാ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുക. എടാ, അതിന് ഡോക്ടർമാരെന്താ പോയി കാണേണ്ട കാര്യമില്ല. എടാ, അതൊക്കെ പ്രേതബാധയാ. ബാധ കൂടുന്ന പരിപാടിയാ. അതിന് കാര്യം ചെയ്താൽ മതി. ഞങ്ങളുടെ വീട്ടിലെ ഈ ചരട് ജപിച്ച് കിട്ടുന്ന പരിപാടികളുണ്ട്. എല്ലാവർക്കും ആ പരിപാടിയാ. അപ്പൊ ചരട് ജപിച്ച് കിട്ടിയ നടക്കത്തില്ല. അവൾ 2 ആഴ്ച കിടന്ന് ഉറങ്ങിക്കോളും. അതായത് എന്റെ ഭാര്യയെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നീ ചരട് ജപിച്ച് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ അവള് ഉറങ്ങി കിടന്നാൽ എഴുന്നേക്കത്തില്ല. ബോധം കിട്ടുന്ന ഉറങ്ങിക്കോളും. അങ്ങനെയാണ് 2 ചരട് വേണം കേട്ടോ. അതിനാ 2 ചരട്? എടാ, അടുത്ത വീട്ടിലെ ബാലിന് വേണ്ടിയിട്ട് 1 ചരട്. ബാലിനെ ചരട് വെച്ച് കൊടുക്കുന്നത്. എന്റെ മോനെ, എന്റെ ഭാര്യ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവരെഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. അതെ, ഞാൻ പോവാ കേട്ടോ. എന്താ നീ അവിടെ പോവാ? എന്റെ അമ്മാവൻ വരുന്നുണ്ട്. അമ്മാവൻ വരുന്നത് നീ എന്തിനാ പോകുന്നത്? അമ്മാവൻ വരുന്നോട് എനിക്ക് നിൽക്കാൻ പറ്റുന്നേടാ. അതെന്തിനാ അമ്മാവൻ? അതിനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എന്ത് സംസാരിച്ചാലും ആ സംസാരത്തിനിടയ്ക്ക് പിടുത്തം പിടുത്തം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും പിടുത്തം. അതിന് നീ കൂട്ടു നിൽക്കും. ഇവിടെ ഞാൻ കൂട്ടു നിൽക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ആൾക്കാർ നീ ഇപ്പം നിന്റെ പോലും തല്ലാതെ ഞാൻ കൊള്ളു. ഞാൻ പോയി കേട്ടോ. അപ്പൊ നിന്റെ അമ്മാവനെ ഞാൻ സഹിക്കണം. കുഴപ്പമില്ല, സഹിക്കാൻ. എന്തോ ഞാൻ ഗൾഫിലായിരുന്നു. എനിക്കറിയാലോ. 2 ആഴ്ചയായി വന്നിട്ട്. അമ്മാവ കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെ കൂടെ വന്നപ്പോഴേ അമ്മാവനോടെ കണ്ടില്ലായിരുന്നല്ലോ. വീട്ടിൽ നീ കയറിയോ? കയറിയാണ് ഞാൻ. എന്നെ കണ്ടില്ല. എടാ, ഞാൻ ആ താഴത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മനെ ഒന്ന് കാണാനും പിടിക്കാനും ഒക്കെ വന്ന് പോയതല്ലേ. അയ്യോ, അവർക്ക് തന്നെ ലക്ഷ്മി. നീ അറിഞ്ഞില്ലേ? എടാ, അവർ 1 മാസമായിട്ട് സോക്കേടായിട്ട് കിടപ്പും പിടുത്തമൊക്കെ ഇല്ലായിരുന്നു. എന്നാ മെഡിക്കൽ കോളേജിലെ സകലമാന ഡോക്ടർമാർ മാറി മാറി ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് ഇതുവരെ അവരുടെ അസുഖം കുറയാൻ പിടിക്കുകയൊന്നും ചെയ്തില്ല കുഞ്ഞെ. ചെയ്തിട്ടില്ല. എന്നാലും ഇപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വരികയും ചികിത്സിക്കുകയും പിടിക്കുകയും ഒക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ടെന്നേ. ഞാൻ പോയി കാണുന്ന ചെയ്തല്ലേ. അത് ശരി. അമ്മാവോ, മൂത്ത ബേബിച്ചല്ലേ? ബേബിച്ചൻ. അവനിപ്പം എന്തെടുക്കുക? നീ വന്നപ്പോ അവനെ കണ്ടില്ലല്ലോ. എടാ, നീ വന്നപ്പോ അവന് സൂസമയം കൂടെ ആ കരോട്ട റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് പിള്ളേര് പഠിക്കുകയും പിടിക്കുകയായിരുന്നു. എടാ, അവര് പഠിക്കുകയും പിടിക്കുകയും ചെയ്ത് അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത് അവർക്കൊരു ജോലി കിട്ടുകയും പിടിക്കുകയും ചെയ്ത് അവർക്ക് കൊള്ളാടാമനെ. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പിടിക്കൊന്നുമില്ല. അങ്ങനെ പോകുന്നു. നമ്മുടെ മോൾക്കുട്ടിയില്ലേ? മോൾക്കുട്ടി അവളുടെ കാര്യം, അവളങ്ങനെ പരീക്ഷയൊക്കെ ജയിക്കുക. എന്റെ പൊന്നു കുഞ്ഞെ ഒന്നും പറയണ്ട. എന്റെ എടാ, അവള് കഴിഞ്ഞ വർഷം പരീക്ഷ മെനക്കെട്ടിരുന്ന് രാത്രിയിലിരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇല്ലേ BAക്ക് ഒരു പാർട്ട് പോയെന്നോ പിടിച്ചെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്നാൽ ഇപ്പൊ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ അവരുടെ ട്യൂട്ടോറിയൽ വാദ്യമാരാണ് പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ വേഗം എടുക്കലാണ് അവരെന്ന് പറയുന്നത്. ഇനി എങ്ങനെയാലും അവിടെ കല്യാണം നടത്തുകയും പിടിക്കാൻ എന്റെ പൊന്നു കുഞ്ഞെ, ഈ എറണാകുളത്തിൽ നിന്ന് ഈയിടെ ഒരു ചെറുക്കനും എല്ലാരും കൂടെ വന്ന് പെണ്ണിനെ കാണുകയും പിടിക്കുകയും
ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ പറ്റിയില്ല. ഇത് തന്നെ. എന്നാ ഗൾഫിൽ നിന്ന് വരികയും പിടിക്കുകയും ചെയ്തത്? ഞാൻ 2-3 ആഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. എത്ര മാസം ലീവും പിടുത്തമുണ്ട്? ഇനിയിപ്പോ 2 വർഷത്തേക്ക് ഒരു നീണ്ട ലീവ് എടുത്തിരിക്കുവാണല്ലേ. മോനെ, ഇനി നിന്റെ ലീവ് തീരുന്നതിന് മുമ്പ് അതിലേ വരിക, ഞങ്ങളുടെ വിശേഷം കാണുകയോ പിടിക്കുകയോ അറിയുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ ഇല്ലല്ലോ, അവളവിടെ കാണും. ചേട്ടനെ അവിടെ കാണുമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ നിൽക്കാൻ. ഞാൻ അങ്ങോട്ട് പോയി ഇത് കാണുവാൻ പിടിക്കാൻ കേട്ട് വരാം കേട്ടോ. ചേട്ടാ അതെ ഒരു കാര്യം ഇവിടെ നിൽക്കാൻ ഒന്നും സമയമില്ല. അവൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് അവിടെ കാണുകയും പിടിക്കുകയും ചെയ്യണം. അത് കൊള്ളാം. ഒരു മനുഷ്യനോട് ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചപ്പോൾ അങ്ങേരും പോവുകയും ചെയ്തു.